എടാ, എനിക്ക് മുമ്പ് നീ കഴിക്കുക. എന്റെ സാർ അങ്ങനെയാ, ആദ്യം തൊഴിലാളി കഴിക്കുന്നതാ സാറിന് ഇഷ്ടം. എന്താ നോക്കുന്നേ? ഒരുപക്ഷെ നീ ആഹാരത്തിൽ വിഷം ചേർത്താലോ? ഇങ്ങനെ തന്നെയാണ് ഒരിക്കൽ വേണു എന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടി കഴിച്ചു മരിച്ചത്. വെള്ളം കുടിക്കടാ. ഇക്കിൾ വന്നാണോ വിഷം ചെന്നാണോ ചത്തതെന്ന് തിരിച്ചറിയണ്ടേ? എന്റെ സാർ അങ്ങനെയാ മാം, ആദ്യം തൊഴിലാളി തന്നെ ചാകണമെന്നാ. എവിടുന്ന ഇത്രയും പണം? ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടിയെന്നാണോ? ഏത് ജോലിക്ക് പോയാലും കുറുക്കുവഴി ഇതൊരു പ്രശ്നമാക്കരുത്, മനസ്സിലായോ? പോലീസ് ഇൻഫോമറായി മാറി അവനെപ്പറ്റി എല്ലാ വിവരവും കൊടുത്തു, പ്രതിഫലവും കിട്ടി. സർക്കാരിന്റെ പൈസ അതായത്. ആഹാ, അത് ശരി. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു കുറുക്ക് വഴി ആവശ്യമാണ്. അണ്ണം വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വരുന്നാ? മനോഹർ വിവരം അറിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഇവനെന്തിനാ? കുട്ടി കൊണ്ടുപോയ ബാഗ് വിടും, നീ പേടിക്കണ്ട. ഞാൻ പോയിട്ട് വേഗം വരാം. അയാളൊരു പാമ്പിനെ പോലെ പാല് കൊടുക്കുന്നതായിക്ക് ഒരിക്കലും കൊത്തില്ല. മാപ്പ് പറഞ്ഞിട്ട് വേഗം പോരാ. തെറ്റുപറ്റി പോയിട്ടാ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അറിയാതെ പറ്റിയതാ ചേട്ടാ. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. കുട്ടിയെ കൊണ്ട് ഞാൻ വന്നത്, എവിടേക്ക് ഇങ്ങനെ പോയിക്കോളാം ചേട്ടാ. എന്നെ ഒന്നും ചെയ്യില്ല ചേട്ടാ. ചേട്ടാ എന്നെ ചേട്ടാ. പോ, എന്റെ ചിരിയുമായി മുമ്പ് പൊയ്ക്കോ. പോടാ. ഭൂലൻദേവി എന്നൊരു MP ഉണ്ടായിരുന്നു. അവർ കൊള്ളക്കാരിയായിരുന്നപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നതിൽ നിന്നും രക്ഷപ്പെട്ടു ഒരു കൊച്ചു പയ്യൻ. അവൻ പ്രതികാരവുമായി നടന്ന് 20 വർഷം കഴിഞ്ഞ് അവരെ കൊന്നു. അതുപോലെ കൊലപാതകം കണ്ട നിങ്ങളുടെ മകനെ തേടി ലോകം മുഴുവനും ഞാൻ അലഞ്ഞു. നീ ആ ഇരട്ടക്കുട്ടികളുമായി രക്ഷപ്പെട്ടു. അതിനുശേഷം ഇപ്പോഴാണ് നിന്നെ ഞാൻ കാണുന്നത്. സാധാരണ എന്നെ കാണുമ്പോഴാണ് എല്ലാവർക്കും നെഞ്ചിടിക്കുന്നത്. ഇപ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്ക് നെഞ്ചിടിക്കുന്നു. എവിടെ നിന്റെ ഇരട്ടക്കുട്ടികൾ? ചേട്ടാ, അത് പറയാനാ നിങ്ങളെ വിളിച്ച്. ഒരുത്തനെ അപ്പോഴേ ദത്ത് കൊടുത്തു. കണ്ടവനെയാ? അതെ. അവനിപ്പോ എവിടെയുണ്ട്? അറിയില്ല, എന്നാ ഉറപ്പായും വിദേശത്തെവിടെയോ ഉണ്ട്. ലോർഡ് ഓഫ് ദ റിംഗ്സ് പടം കാണാൻ പോകാമേ. ഡയറക്ഷൻ അവാർഡ് കിട്ടിയ പടാ. അതെ അതെ, അതിപ്പോ നമ്മുടെ ജോയ് തിയേറ്ററിൽ അല്ല, സത്യം കോംപ്ലക്സിൽ. മായാ മോഹിനി. ആരാമേത്? ഇത് നിന്റെ മോനാണോ? നമസ്കാരം മോനെ. എൻ്റെ പേര് മനോഹർ, ഇൻഡസ്ട്രിയലിസ്റ്റ്. നിന്റെ അച്ഛൻ ഒരു കാലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു. നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അറിയാം. പറയേ. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന്. എന്താമ്മേ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? ജീവ, നിനക്ക് സിനിമയ്ക്ക് ടൈമായില്ലേ? പോയിക്കോ. അമ്മേ വരട്ടെ. അമ്മേ പോട്ടെ സാറേ. ദിവസവും പത്രത്തിൽ കൊലപാതക വാർത്ത വരും. അവരുടെയൊക്കെ വീട്ടുകാര് പ്രതികാരത്തിന് പുറപ്പെട്ട എന്താകും? വേണ്ടത് അങ്ങനെയല്ലല്ലോ. ഒതുങ്ങി തനി ഒരു പ്രശ്നത്തിനും പോകാതെ ജീവയെ വളർത്തിയില്ലേ? അതാണ് വേണ്ടത്. അച്ഛൻ എന്തിനു മരിച്ചു, എങ്ങനെ മരിച്ചു എന്നറിയിക്കാതെ അവനെ വളർത്തിയത്. അങ്ങനെ തന്നെയാ വേണ്ടത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ മനസ്സോടെ തന്നെയാ കഴിച്ചത്. ഇനി നീ എല്ലാം മറന്നേക്ക്. നാരായണസ്വാമി ഗോവിന്ദ, വാടാ വാ. ഇനി എന്നെ ആർക്കും തൊടാൻ കഴിയില്ലടാ. എന്താണ് കാര്യം? എന്താന്നോ?
വയാഗ്രയാടാ വയാഗ്ര. എന്റെ വണ്ടിയിൽ ഒരു സായിപ്പ് കയറി അയാൾ തന്നതാടാ. എനിക്കൊക്കെ തരുന്നതിലും ഭേദം നായി കൊടുക്കുന്നതാടാ. എന്നടാ ഇത് ഓമ്പ് കൂട്ട സാധനോടാ കത്തിക്കടാ ശബ്ദം ഉണ്ടോന്ന് അറിയാമല്ലോ കാസുമായിട്ട് ഞാൻ എന്തിനാടാ വരുന്നേ? ഹലോ ജീവയാണോ? നിന്റെ മാത്തപ്പം കാണിക്കുന്ന പരാക്രമം വന്ന് കാണാം. പങ്കു സ്വപ്നയുടെ വീട്ടിൽ പോണം, നീ വണ്ടി എടുത്ത്. ഏയ്, ആ, സ്വപ്നയുടെ വേഗം. വീട്ടിലോ? ഒരു നിമിഷം അളിയാ നിക്കടാ. എന്താ ഇത് കണ്ടോ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ 6 റേസ് കാറിന്റെ സ്റ്റിക്കർ കാണാം. കുടി 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 കുടി. ആ ഉണ്ട്. എന്നാ, പിടി, പിടി. ഏയ് നീ റീൽ ഓടിക്കുന്നു, ഞാൻ റേസ് കാർ ഓടിക്കുന്നവനാ. എന്റെ അടുത്ത് വിലൊന്നും വേണ്ട, വണ്ടി എടുക്കടാ. എന്ത് വേല? വണ്ടി എടുക്കടാ. ചുമ്മാതിരിക്കണ വിവരക്കേട് പറയാം. ഒരു സുന്ദരിയായ പെണ്ണിന്റെ അടുത്തോ നീയും അങ്ങനെ തന്നെ പോണ്ടേ? ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ എന്താ കുഴപ്പം? മുഖത്ത് ഗ്രീസാണ്, ഇങ്ങനെ പോകാൻ പാടില്ലടാ. അതിനാണ് ഞാൻ അടിപൊളി സിംഗപ്പൂർ സെന്റ് വെച്ചിരിക്കുന്നത്. ഇത് മുഖത്തോട്ട് പെരട്ടിയാലുണ്ടല്ലോ കംപ്ലീറ്റ് ഗ്രീസും പോവും, സുന്ദരനാകും. മനസ്സിലായോ? സ്പ്രേ ചെയ്. പതുക്കെ. കണ്ണൂർ നോക്ക്, സ്വപ്നയുടെ വീട്ടിൽ. എന്റെ ഭാഗ്യം മമ്മി ഡാഡി ഇവിടെ ഇല്ലാത്തത്. അയ്യോ ഏയ്, തുറക്ക കതക്. വേഗം ഇറങ്ങടാ അങ്ങോട്ട്. തലവേദനയായി പോലോ. ഏയ് ജീവ, ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ എന്ത് പറയാനാ? എല്ലാം നീ കാരണം. എന്താണ്? അല്ല, നിന്റെ ഡോഗ് കാരണം. മര്യാദയ്ക്ക് ഒരു വഴി പറ. ഏയ്, ജീവ, ഇവിടെ അടുത്തൊരു പെറ്റ് ക്ലിനിക് ഉണ്ട്. ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് സോൾവ് ആക്കി തരും. പങ്കോ പെറ്റ് ക്ലിനിക്കിലേക്ക് മാത്രം വരെ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവരാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലടാ. ഒന്ന് വാ. കേറി വാ, വാ, പങ്കു വാ. വേഗം കയറിപ്പോടാ. പെറ്റ് ക്ലിനിക്ക് താഴെ. കേറ് അങ്ങോട്ട്. ഇവരെന്തിനാ സെക്സ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നേ? വാ വാ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എന്റെ സർവീസിൽ ഇവിടെ വരുന്നവരെല്ലാം പമ്മി പമ്മി തനിയെ വരുന്നതേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെന്താ കൂട്ടമായിട്ട് അതും ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിരിക്കുന്നേ? ഇറ്റ്സ് ഓക്കെ. പേഷ്യന്റിന്റെ പേര് പറയേ. മാത്തപ്പൻ. സ്റ്റെല്ല. എന്ത് പറ്റി? എന്താ പ്രശ്നം? അയ്യേ. നീ പറ. നീ പറയ്. നീ പറ. നീ പറയ്. എന്താ ഇത്? പ്രശ്നം പറയാൻ തന്നെ എന്തിനാ ഇങ്ങനെ പെടാപ്പാട് പെടുന്നത്? കറക്റ്റ് ഡോക്ടർ. ആ കാര്യം തന്നെയാണ് അറിയേണ്ടത്. മാത്തപ്പൻ വയാഗ്ര കഴിച്ചു. ഡോക്ടറെ ഒരു ചെറിയ ഗുളിക, ഇത്രയും വലിയ പ്രശ്നം അറിഞ്ഞില്ല ഡോക്ടറെ. സ്റ്റുപ്പിഡ്. നാണമില്ലേ നിങ്ങൾക്കാർക്കും? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നമ്മളെന്താ അമേരിക്കയിലാ? ഇന്ത്യയിൽ തന്നെയല്ലേ? ആവശ്യക്കാർ മാത്രം വരാതെ ഒരു നാണോ ഇല്ലാതെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടത് ഞങ്ങളാ ഡോക്ടർ. ഞാൻ കല്ലുകൊണ്ട് എറിയാന്ന് പറഞ്ഞു ഡോക്ടർ. ഇവരാരും കേട്ടില്ല ഡോക്ടർ. നല്ല കാര്യം, രക്ഷപ്പെട്ടു. ആ, കല്യാണം കഴിഞ്ഞോ? ഓ, ലവേഴ്സ് ആണോ? അങ്ങനെയും പറയാം. ഇത് പ്രേമമൊന്നുമല്ലേ ഡോക്ടർ, ഇതവരുടെ സീസൺ അല്ലേ? സീസണോ? കുട്ടി, പ്രശ്നം എന്താന്ന് അറിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ അടുത്തിരിക്കുന്നേ? മിണ്ടാതെ ഒരാഴ്ച എവിടെയെങ്കിലും മാറി നിൽക്ക്. ഞാൻ എന്തിനു പോണം? ഇവനോട് പിടിച്ച് കെട്ടിയിടാൻ പറ. അതൊന്നും കേട്ടാൻ പറ്റില്ല. അടുത്തേക്ക് ചെന്നാ പാഞ്ഞു വരിക ഡോക്ടർ. എന്താടോ ഇത്? കേട്ടിട്ട് പൂച്ച പാല് കുടിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത് ശരിയാവൂല. അകത്തേക്ക് വാ. ചെക്കപ്പ് എനിക്ക് ചെയ്യണം. മനസ്സിലാവുന്നില്ല ഡോക്ടർ. എന്നെ എന്തിനാ ചെക്കപ്പ് ചെയ്യുന്നേ? നീയല്ലേ വളർത്തുന്നത്, അതാ പറഞ്ഞു. ഞാനായിട്ട് വളർത്തിയതല്ല ഡോക്ടർ. വേണേ പറയേ, അഴിച്ചുവിടാം. എവിടെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ, ഇത്രയ്ക്ക് മോശമായിട്ട് പറയാതെ. ഡോക്ടർ, മിണ്ടാതെ കോർപ്പറേഷനെ ഫോൺ ചെയ്ത് പിടിച്ചു കൊടുത്തേക്ക്. ഏയ്, അതെന്റെയാ. അയ്യേ. എന്തടോ ഇത്? പ്രശ്നമായിട്ട് ലോകം അറിയുന്ന ഒരു സെക്സ് ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ ഇത്? എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഈ നായ്ക്കുട്ടി ഇതെല്ലാം ടേബിളിൽ ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നതല്ലേ? അപ്പൊ ഇത് പെറ്റ് ക്ലിനിക് അല്ലേ? അപ്പൊ നിങ്ങൾ എന്റെ പേഷ്യൻസ് അല്ലേ? പെറ്റ് ക്ലിനിക്ക് താഴെയാണ്. എന്താ ബ്രദർ, ഓട്ടോ റിപ്പയർ ആണോ?
നീ നിന്റെ ജോലി നോക്കി പോടാ. മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ടെൻഷൻ ആകാതെ ബ്രദർ, ടെൻഷൻ ആകാതെ. സ്റ്റാർട്ട് ആകുന്നു, ഗീർ വീഴുന്നു, പക്ഷെ വണ്ടി മൂവ് ആകുന്നില്ല. അതല്ലേ നിന്റെ പ്രോബ്ലം? ഒന്ന് പോടാ അവിടുന്ന്. മെക്കാനിക്ക് വരുന്നുണ്ട്. എന്താ ബ്രദർ? നിക്ക്. എന്താ ബ്രദർ? ഒരു ഓട്ടോക്കാരനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചെറിയ കാര്യത്തിന് മെക്കാനിക് എന്തിനാ? എത്ര അടിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ ശരിയാക്കി തരാം ബ്രദർ. പോടാ കോപ്പേനി, എന്റെ ജോലി കൈയിടാതെ. അടി. ഏയ് നിങ്ങൾ ഇതല്ലേ? എന്താ ബ്രദർ? ഞാൻ പറഞ്ഞില്ലേ ബ്രദർ, ഐ ആം വെരി എക്സ്പേർട്ട്. ഞാൻ ശരിയാക്കി തരാം. നിങ്ങളുടെ ചെക്കന്മാരെ ഒന്നും വിശ്വസിക്കരുത്. പോടാ. ദേ മഹാനായൊരു മെക്കാനിക്ക്, അവനെ കൊണ്ട് ശരിയാക്കിച്ചോ. ഞാൻ മഹാനായ മെക്കാനിക് തന്നെടാ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ടേക്ക് ഇറ്റ് ഈസി, സ്മോൾ പ്രോബ്ലം. നോക്ക്. This is problem. This is only one the problem. ഇപ്പൊ നോക്ക്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ. എന്താടാ ഇത്? നിനക്ക് ലൂസാ? കണ്ണാടി തിരിച്ചു വെച്ച് എങ്ങനെയാണ് വണ്ടി ഓടുന്നത്? ഇത് തന്നെയാ ഞാനും ചോദിച്ചത്. എന്നാ മൂവ് ആകും. കേറിക്കോ. ഇരിക്കേ. അടി. സ്റ്റോപ്പ്. വേറൊരു ഐഡിയ. ഓട്ടോ. നിർത്ത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ. നോ ഡൗട്ട് ബ്രദർ, സ്റ്റാർട്ട് ചെയ്യേ. അടിയടാ. നാരായണ സ്വാമി, അത് കണ്ടോ? എന്തേടാ നിന്റെ ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു ഓട്ടോയുടെ കണ്ണാടി അവൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്തടാ. ഇപ്പൊ ടപ്പേന്ന് തിരിഞ്ഞ് നോക്കാം. നേരം അതാണ് ഡോക്ടർ ഫീസ് ലാഭം. ഹലോ, ഇതെന്താ എൽ ബോർഡിംഗ് സ്കൂളോ അതോ ലവ് ബോർഡിംഗ് സ്കൂളോ? ആരായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത്? കാർ ഓടിക്കണം എന്ന് പറഞ്ഞ എന്റെ മോളോട് വന്നിട്ട് പഠിപ്പിച്ചോടുത്ത് അവളെ അടിച്ചോണ്ട് പോയാ? ജീവാ, ഞാനല്ല. നീയല്ലടാ. ഇവിടെ ഇപ്പോ ആരാ ഇല്ലാത്ത അവൻ തന്നെ. നിങ്ങളുടെ മോളോട് ചോദിക്കും. അയ്യോ, എന്നെ കൊല്ല്. ജീവാ, ഇയാളെ കൊന്ന് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ കെട്ടിക്കാൻ പോകുന്ന സക്രിയ ഒരു ദ്രോഹിയാ. എതിരാളി എപ്പോ വേണമെങ്കിലും നേരിടാം, പക്ഷെ ദ്രോഹിയെ ഉടനെ നേരിടണം. ആ കളനെ അവിടെ തന്നെ കെട്ടിയിട്. തൂത്തുക്കുടിയില് എടാ അളിയാ, തൂത്തുക്കുടിയിലടാ, നമ്മുടെ തൂത്തുക്കുടിയില്ല. അയ്യോ, സോറി സർ, വെരി സോറി. കുഴപ്പമില്ല. എന്റെ ഷട്ടിൽ വീണ വെറ്റിലക്കറ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ അവനെ കിട്ടിയ അവന്റെ ഷട്ടിൽ മുഴുവൻ രക്തക്കറയാ. രാഷ്ട്രീയക്കാരനാന്ന് തോന്നുന്നു. അല്ല സാർ, ഈ തൂത്തുക്കുടിയിൽ എവിടെയാ? ഇപ്പൊ തൂത്തുക്കുടി പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടുത്തെ എസ് ഐ എനിക്ക് വേണ്ടപ്പെട്ട പയ്യനാ. എടാ എടുക്കടാ അംബാസിഡർ. സാർ, ഞാനും വരാം. സബാഷ്. ചെറുപ്പമാണെങ്കിൽ നീ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ. സാറേ, അവൻ നിങ്ങളുടെ മോളെ മാത്രമല്ല കൊണ്ടുപോയത്, എന്റെ കാറിന് അത് കെട്ടി കൊണ്ടുപോയത്. ആ കാർ എനിക്ക് മോളെ പോലെയാ. അമ്മേ, പെങ്ങളെ കൂട്ടിക്കൊണ്ടുവരാ. എന്താ എന്റെ മോള് നിന്റെ പെങ്ങളോ? കാറാ സാറേ. എന്റെ അമ്മയ്ക്ക് മോളെ പോലെ ആണെങ്കിൽ എനിക്ക് പെങ്ങളെ പോലല്ലേ. അപ്പൊ നിങ്ങളുടെ മോള് നിങ്ങൾക്കാരായി? ഒരുപാട് ഓവറാക്കലടാ. ജീവാ, നിനക്ക് പോണോന്ന് നിർബന്ധമാണോ? എനിക്ക് ഒന്നുമില്ലമ്മേ. ഞാൻ പോയില്ലെങ്കിൽ സക്രിയ ആ വണ്ടി കയറി ജോളിയായിട്ട് കറങ്ങി നടക്കും. പിന്നെ എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ പറഞ്ഞല്ലോ. ശരി. തൂത്തുക്കുടിക്ക് ഈ ഡ്രസ് ഇട്ടോണ്ട് വരാൻ പോണേ? അല്ല, ഈ തൂത്തുക്കുടി പോകാൻ പ്രത്യേക ഡ്രസ് ഉണ്ടോ? അതല്ലടാ, ഇയാൾ ബെഡാ പാർട്ടിയെ. അവിടെയുള്ള പോലീസുകാരെല്ലാം ഇയാളുടെ സ്വന്തക്കാരാ. അതുകൊണ്ട് ഇയാൾ മകളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലോക്കപ്പിലാക്കില്ലെന്ന് എന്താ ഉറപ്പ്? അത് ശരിയാണല്ലോ സ്വാമി. ഞാൻ ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. എന്ത് ഡ്രസ് ഇട്ട് പോണം? നല്ല സെറ്റപ്പായിട്ട് ഗെറ്റപ്പായിട്ട് പോണം. നീ തന്നെ ഗെറ്റപ്പിന്റെ രാജാവല്ലേ? വീണ്ടും ഗെറ്റപ്പോ? വെള്ളമുണ്ട്, വെള്ള ഷർട്ട്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ പോലീസ് ഡ്രസ്സോടെ പോണം, ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡ്രസ്സോടെ പോണം. അതാണ് മര്യാദ. സാർ, ചെവി കേൾക്കുന്നില്ല സാർ. എന്താടാ ചെവി കേൾക്കുന്നില്ലെന്നോ? അതൊന്നും ഇല്ലളിയാ. അതിനു മുമ്പ് തന്നെ മാലെങ്കിലും എല്ലാമായിട്ട് തൊപ്പക്കളും ക്ഷേത്രത്തിൽ നിന്ന് പൊക്കിയില്ലേ? എടാ താൻ തോന്നി എന്റെ വണ്ടി അടിച്ചോണ്ട് പോകാൻ. ശരിയായ നേരത്തെ വന്ന് രക്ഷപ്പെടുത്തി. ഇവരുടെ ടോർച്ചറിന് താങ്ങാൻ പറ്റുന്നില്ല.
ഇദ്ദേഹത്തോടൊപ്പമാ ഞാൻ ജോലി ചെയ്യുന്നത്. അളിയ എന്നെ പെടുത്തി കളഞ്ഞല്ലോ അളിയ. ആരടാ? എന്റെ ജീവന് തന്നെ ഭീഷണിയായതുപോലുണ്ട്. ആര്? ഞാൻ? അതെ, ഞാനൊരു പ്രാരബ്ധക്കാരനാ. ഇടാ ആ ചെയർ ഇങ്ങോട്ട് നീക്കിയിട്. ആ അദ്ദേഹത്തോട് ഇരിക്കാൻ പറയും. ഇരിക്കാൻ പറ. കണ്ടോ ഇരിക്കാൻ ഈ പറ. ഡ്രസ്സിന്റെ ഒരു ഗെറ്റപ്പ് കണ്ടോ? വാ. അയാളെ ഞാനാ കൂട്ടിക്കൊണ്ടുവന്നേ. എന്നെ ഇവിടെ വന്ന കാലം നിർത്തിയിട്ട് അയാളെ ചേർന്ന് നിക്കളിയാ നിക്ക്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. എന്താ നിന്റെ ഈ താലി ഉണ്ടോടാ? എന്താ? താലി ഉണ്ടോന്ന്? ഉണ്ടല്ലോ സാർ. താലി ആ, വെച്ചിട്ടാ ആ, പെണ്ണിനെ ടേപ്പ് എടുത്തോ. കൊണ്ടുവന്നത്. ടേപ്പ് എടുത്തോ. നീ വന്നേ എന്തിനാണ് ടേപ്പ് വെക്കുന്നത്? ടേപ്പ് ഓൺ ചെയ്യും. ആ ശരി സാർ. ഓൺ ചെയ്യും ഓൺ ചെയ്യും. എന്തിനാന്ന്? താലി ഇടുന്നോ? എന്നെ കെട്ടറാ. താലി ഇടറാ, വേഗം താലി ഇടറാ. താലി കെട്ടില്ലെന്ന് പറയുന്നേക്ക്. എന്നെ വിടറാ. നീ ആക്ഷേപിച്ചടാ. എന്നെ ജാതിക്കാരൻ മുഴുവൻ നീ ആക്ഷേപിച്ചടാ. ചുമ്മാ ഇല്ല. ആരെടുത്ത് അവൻ ജോലി ചെയ്യുന്നത്? ആരെയാ നിങ്ങൾ പിണക്കാൻ നോക്കിയത്? എന്റെ കാലിലല്ല വീഴേണ്ടത് അവിടല്ലേ? എന്താടാ എന്റെ കാല് വീഴാതെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? അവനാരുടെ വലിയ തലയാണോ? നിങ്ങൾ പറഞ്ഞാലും ഇല്ലേലും തൂത്തുക്കുടിയിലെ വലിയ തല ഇത് തന്നെ. എന്താണ് തലേന്ന് പറയുന്നത്? അലിയ ഇത് പിടിക്ക്. മരുമോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. പെങ്ങൾക്ക് വലിയ സന്തോഷമാവും. എനിക്ക് നീ സമ്മാനം തരുന്നോടാ. ഏതോരുത്തിന് എന്റെ മോളെ പിടിച്ചു കൊടുത്തിട്ട് അവൻ ആരടാ നിന്റെ? ഇനി നിന്റെ മുഖം മാത്രമല്ല, തൂത്തുക്കുടിക്കാരുടെ ഓരത്തിന്റെ മുഖം എനിക്ക് കാണണ്ട. നീ അയ്യോ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ഗെറ്റപ്പിന്റെ എടാ ഗെറ്റപ്പിന്റെ. നമസ്കാരം. നിനക്കാ? എനിക്കോ? ഗെറ്റപ്പ് കണ്ടിട്ടാടാ ഗെറ്റപ്പ്. തലേ 40 ദിവസമായിട്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നില്ലല്ലോ. പണം കുറച്ച് കുറവാണ്. ഒന്നും വിചാരിക്കരുത്. താത്ത ഗെറ്റപ്പ് ജീവാ ഗെറ്റപ്പ്. നീ ഏതോ വലിയ നേതാവാന്ന് വിചാരിച്ചാ? എന്നെ വിഡ്ഢിയാക്കലടാ. നിന്നെ ആരോ ഗുരു എന്ന് വിളിക്കുന്നടാ. ഫെർണാണ്ടസ് ചരക്ക് ഇറക്കുന്നതിന് വേണ്ടി തന്ന ബാലൻസ് കാശ് എണ്ണി നോക്ക്. കുറഞ്ഞ ഈ സെമി ജോസഫിനോട് ചോദിക്കണ്ട. എല്ലായിടത്തും പോലീസ് ഉണ്ട്. ഇതിനെന്താ പറയാൻ പോകുന്നത്? ഇതും പാർട്ടി വകുപ്പ് തന്നെ. വെറുതെ ഒരു കോഡ് പറഞ്ഞതേ ഉള്ളൂ. ഇഡിയറ്റ്. എന്താടാ ഇത്? നിനക്ക് ഒട്ടും വിവരമില്ലേടാ. അവിടെ ഒരു തല സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഹോൺ മുഴക്കി വെറുതെ എന്റെ തല എന്തിനാടാ കളയുന്നത്?